അതുകൊണ്ട് ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ആദ്യം സോൾവ് ചെയ്തതിന് ശേഷം മാത്രം ഫൈനും കാര്യങ്ങളൊക്കെ ആയിട്ട് മുന്നോട്ട് പോകാൻ ശ്രമിക്കുക. ഹലോ ഹായ്, വെൽക്കം ടു സിവിൽ സർവീസ് സിംപ്ലിഫയർ. നമുക്കറിയാം, കേരളത്തിൽ ഓരോ ദിവസവും കഴിയുന്നതിനെ വാഹന അപകടങ്ങൾ അധികരിച്ചു വരികയാണ്. എന്നാൽ ഈ വാഹന അപകടങ്ങളിൽ കാൽനട യാത്രക്കാരും കാരണക്കാരാണെന്നാണ് ഗണേഷ് കുമാർ പറയുന്നത്. ഈ വീഡിയോ ഒന്ന് കണ്ടു നോക്കൂ. പ്രധാനമായി ഇന്നത്തെ അപകടത്തിന്റെ ഒരു കാര്യം, ഈ കാൽനട യാത്രക്കാരിൽ പലരും റോഡിൽ കൂടെ നടക്കുന്ന മൊബൈൽ ചെവി വെച്ചുണ്ട്. ഈ റോഡ് ക്രോസ് ചെയ്യുന്നത് എങ്ങനെയാണെന്നുള്ള പാഠം അറിയില്ല. ഇരുവശം നോക്കാറില്ല, മൊബൈൽ ഫോണിൽ സംസാരിച്ചുകൊണ്ട് ക്രോസ് ചെയ്യും. വേണമെങ്കിൽ വണ്ടി നിർത്തും എന്നുള്ളതാണ്. പക്ഷേ തോന്നിയ പോലെ റോഡ് ക്രോസ് ചെയ്യുന്നവർക്ക് മൊബൈൽ സംസാരിച്ച് വട്ടം ചാടുന്നവർക്കൊന്നും ഒരു ഫൈനും ഇല്ല. അതിന് ഫൈൻ ഏർപ്പെടുത്തണമെന്നാണ് വ്യക്തിപരമായി എനിക്ക് തോന്നിയിട്ടുള്ള ഒരു കാര്യം. കുറേ എങ്കിലും അപകടം കുറഞ്ഞു കിട്ടും. കാരണം വന്ന് കയറുകയാണ്, വണ്ടിക്കാരെ മാത്രം നമ്മൾ കുറ്റം പറയാൻ പറ്റുന്നത്. ഫൈനൊക്കെ ഏർപ്പെടുത്തുന്നതിന് മുമ്പ് നമുക്ക് ഈ ഒരു വിഷ്വൽസും കൂടി കാണാം. അതായത് മനോരമ ന്യൂസ് തയ്യാറാക്കിയ ഒരു റിപ്പോർട്ട്. അതെ, റോഡ് ക്രോസ് ചെയ്യുന്ന എല്ലാവരും ശ്രദ്ധിക്കാണ്ടൊക്കെ റോഡ് ക്രോസ് ചെയ്യുക. പിന്നെ ഇങ്ങനെ നടന്നു പോകുമ്പോൾ എല്ലാവരും ഇതൊക്കെ നമ്മൾ ചെക്ക് ചെയ്യേണ്ട കാര്യമാണ്. നമ്മൾ ക്രോസ് ചെയ്യുന്ന സമയത്ത് ഫോണെല്ലാം താഴെ വെച്ചിട്ട് ക്രോസ് ചെയ്യണം. വണ്ടികളിപ്പോൾ ഒരുപാട് ആക്സിഡൻറ്റ് ഈ ഒരു ഫോണിൻ്റെ കാര്യത്തിലാണ് ഒരുപാട് ആക്സിഡൻറ്റ് ഉണ്ടാവുന്നത്. ഡയറക്റ്റ് നമ്മളെ ഫ്രണ്ടിൽ നിന്ന് ഇതേപോലെ സംഭവിച്ചിട്ടുള്ളതാണ്. ആള് ശ്രദ്ധിക്കാണ്ട് ഫോണും വിളിച്ചിട്ട് പോകുന്ന സമയത്താണ് ഇങ്ങനെ ഉണ്ടായിട്ടുള്ളത്. നമുക്ക് ഈ വിഷ്വൽസിന്റെ ആവശ്യമൊന്നുമില്ല. കാരണം നമ്മൾ തന്നെ റോട്ടിൽ ഇറങ്ങിക്കഴിഞ്ഞാൽ ഒന്ന് ഒബ്സർവ് ചെയ്താൽ നമുക്ക് മനസ്സിലാവും. പക്ഷെങ്കിൽ ഒരു 10 പേരെ നോക്കിക്കഴിഞ്ഞാൽ 1 or 2 പേർ അത്ര പേരെ ഇത് നോക്കുന്നുള്ളൂ. എന്നാൽ അതേസമയം നമുക്കറിയാം, വാഹനങ്ങൾ ഓടിച്ചു വരുമ്പോൾ മൊബൈൽ ഫോണിൽ സംസാരിച്ചിട്ട് വരുന്ന ആൾക്കാരുമുണ്ട്. എന്നാൽ നമ്മൾ ഒരുപാട് CCTV ഫുട്ടേജസ് കണ്ടതാണ്. അതായത് വാഹന അപകടങ്ങളുടെ മാന്യമായിട്ട് ഒരുപാട് പേര് നടന്നിട്ട് പോകുന്നുണ്ടാവും. ഒരു സൈഡിലൂടെ തന്നെ അവർ നടന്നിട്ട് പോവാറ്. പക്ഷെങ്കിൽ അവരുടെ ദേഹത്തേക്ക് ഇടിച്ചു കയറുന്ന ഒരുപാട് അപകടങ്ങൾ നമ്മൾ CCTV ഫുട്ടേജിലൂടെ, ന്യൂസിലൂടെ നമ്മൾ കണ്ടതാണ്. അതുകൊണ്ട് തന്നെ കാൽനട യാത്രക്കാർ മാത്രമല്ല കുറ്റക്കാർ എന്ന് പറയുന്നത്, ഈ ഒരു അപകടം എന്ന് പറയുന്നത് എത്രയും ചെറിയൊരു പെർസെൻറ്റേജ് മാത്രമേ ഈ ഒരു തരത്തിൽ, അതായത് മൊബൈൽ ഫോൺ യൂസ് ചെയ്തിട്ടോ അല്ലെങ്കിൽ കാൽനട യാത്രക്കാർ പ്രോപ്പറായിട്ട് നടക്കാത്ത, അതായത് ലൈൻസും കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കാതെ നടന്നു കഴിഞ്ഞാലുള്ള അപകടങ്ങൾ എന്ന് പറയുന്നത് ഏറ്റവും കുറവാണ്. പക്ഷെങ്കിൽ അത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം തന്നെയാണ്. കാരണം ഓരോ ജീവനും അതിൻ്റെതായിട്ടുള്ള പ്രാധാന്യമുണ്ട്. എന്നാൽ ഈ വണ്ടി ഓടിക്കുന്നവർ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, അവർക്ക് ഉറക്കം വന്നു കഴിഞ്ഞാൽ വണ്ടി സൈഡാക്കി ഉറങ്ങിയതിനു ശേഷം, ഉറക്കം മാറ്റിയതിനു ശേഷം മാത്രം ഡ്രൈവ് ചെയ്യുക. അല്ലെങ്കിൽ ഏതെങ്കിലും വിധത്തിൽ ആ ഉറക്കം മാറ്റിയതിനു ശേഷം വണ്ടി എടുത്തിട്ട് പോകാൻ ശ്രമിക്കുക. കാരണം നമ്മൾ ഒരുപാട് വീഡിയോസ് കണ്ടതാണ്, അപകടങ്ങൾ കണ്ടതാണ്. ഉറങ്ങിപ്പോയത് കൊണ്ട് മാത്രം ആളുകളുടെ ദേഹത്തേക്ക് വണ്ടി ഇടിച്ചു കയറിയ ഇൻസിഡൻസ് നമ്മൾ കണ്ടിട്ടുള്ളതാണ്. ഇനി ഗണേഷ് സാറിനോട് പറയാനുള്ള ഒരു കാര്യം, ഫൈനൊക്കെ ഏർപ്പെടുത്തുന്നതൊക്കെ നല്ലൊരു കാര്യം തന്നെയാണ്. പക്ഷെങ്കിൽ അത് ഏർപ്പെടുത്തുന്നതിന് മുൻപ് ആളുകൾക്ക് ഒരു ബോധവൽക്കരണ ക്ലാസ്സസ് നൽകണം. അതിനുശേഷം മാത്രമേ ഈ ഒരു ഫൈൻസ് ഒക്കെ ഏർപ്പെടുത്താൻ പാടുള്ളൂ. കാരണം ഒരുപാട് പേർക്ക് ഇപ്പോഴും അറിയാത്ത കുറെ കാര്യങ്ങളുണ്ട്. ഏത് ലൈനിലൂടെ നടക്കണം, ഏത് ലൈനിൽ ക്രോസ് ചെയ്യണം, ഏത് സിഗ്നൽ വന്നാലാണ് ക്രോസ് ചെയ്യേണ്ടത്, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ അറിയാത്ത ആൾക്കാർ ഇപ്പോഴും ഉണ്ട്. ഒരു റോഡിലോട്ട് നടക്കുമ്പോൾ ഏത് സൈഡിലോട്ടെയാണ് നടക്കേണ്ടത്, ഇനി ഏത് ലൈനിന്റെ അപ്പുറം കടന്നിട്ട് നടക്കാൻ പാടില്ല, അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്. അതുപോലെ തന്നെ പല റോഡുകളിലും, കേരളത്തിലുള്ള പല റോഡുകളിലും നടക്കാനുള്ള പാത്വേ പോലത്തെ കാര്യങ്ങളില്ലാതെ സാഹചര്യവുമുണ്ട്. അങ്ങനെ വരുമ്പോൾ ആളുകൾ റോട്ടിൽ ഇറങ്ങി നടക്കുന്ന ഒരു സാഹചര്യമുണ്ട്. അങ്ങനെ വന്നു കഴിഞ്ഞാൽ അപകടങ്ങൾ അധികരിക്കാനുള്ള സാധ്യത വളരെ കൂടുതലായിരിക്കും. അതുകൊണ്ട് ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ആദ്യം സോൾവ് ചെയ്തതിന് ശേഷം മാത്രം ഫൈനും കാര്യങ്ങളൊക്കെ ആയിട്ട് മുന്നോട്ട് പോകാൻ ശ്രമിക്കുക. അതുപോലെ തന്നെയാണ് ക്ലാസ്സസ്. ഒന്നെങ്കിൽ ആശാ വർക്കറോ അല്ലെങ്കിൽ അംഗൻവാടിയിലെ വർക്കേഴ്സ് ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ടതിന് ശേഷം ട്രാഫിക് റൂൾസ് അറിയുന്ന MVDയോ അല്ലെങ്കിൽ ട്രാഫിക് പോലീസോ അവരുടെ നേതൃത്വത്തിൽ ജനങ്ങൾക്ക് മുഴുവനും ക്ലാസ്സസ് എടുത്ത്, വീഡിയോ ക്ലാസ്സസും പിക്ചേഴ്സും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് നല്ലൊരു തരത്തിലുള്ള ഒരു അവയർനെസ് ക്ലാസ്സസ് ഒക്കെ കണ്ടക്ട് ചെയ്ത് എങ്ങനെ റോഡിലോട്ട് നടക്കണമെന്നുള്ള മുഴുവൻ റൂൾസും റെഗുലേഷൻസും ഒക്കെ പറഞ്ഞതിന് ശേഷം മാത്രം, അതൊക്കെ ആളുകളെ പറഞ്ഞ് ബോധ്യപ്പെടുത്തതിന് ശേഷം മാത്രം ഇങ്ങനെയുള്ള ഫൈൻസും കാര്യങ്ങളൊക്കെ കൊണ്ടുവരാൻ ശ്രമിക്കുക. ഇതൊരു നല്ലൊരു തീരുമാനമായിട്ടാണ് എൻ്റെ പേഴ്സണൽ ഒപ്പീനിയൻ എന്ന് പറയുന്നത്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കോമെന്റ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. ഇൻഫോർമേറ്റീവ് ആയാൽ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യാൻ മറക്കല്ലേ. And thanks for watching me and stay tuned for another video. Okay, thank you.